ഇപ്പോൾ പിന്നെ ഇതിൻ്റെ സീസണാണല്ലോ. എവിടെ നോക്കിയാലും ഇപ്പം മാങ്ങയാണ്. ഇതിപ്പോൾ അച്ഛൻ നമ്മുടെ തൊട്ടടുത്തൊരു സാറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ നല്ല നാട്ടുമാങ്ങയാണ്, നല്ല മധുരമാണ്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചിട്ട് വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ പച്ചക്കറിത്തോട്ടം ഒന്ന് കാണിക്കാമെന്ന്. വലിയ പച്ചക്കറിത്തോട്ടമൊന്നുമല്ല, എന്നാൽ ചീരയും പാവലും കോവലും ക്യുക്കുംബറും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മൾബറിക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു മരം തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഇതാണ് അംഗനവാടി. എൻ്റെ വീടിനോട് തൊട്ട് ചേർന്നാണ് അംഗനവാടി. ഇവിടെയാണ് ഞാൻ പണ്ട് പഠിച്ചത്. അപ്പം എൻ്റെ ഒരു വീടിൻ്റെ ഒരു ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ്. തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറം നിറച്ച് വീടുകളാണ്. നല്ല രസമാണ് ഇവിടെ. എപ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് തേജു അകത്തുനിന്ന് കരഞ്ഞത്. അങ്ങനെ വേഗം വന്ന് പാലൊക്കെ കൊടുത്തിട്ട് പുറത്ത് വന്നപ്പോൾ കാണാം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരും മുറ്റത്തിറങ്ങി നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ തേജുവിനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ നേരെ എടുത്ത് ഞാൻ അമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ റോഡിൽ നിന്ന് ഇത് സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് ഞങ്ങളുടെ ഇവിടുത്തെ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ്. എൻ്റെ വീടിൻ്റെ ഒരു ചുറ്റുപാട് ഇങ്ങനെയാണ്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ഇത്ര ഇതുപോലെ അപ്പുറം ഇപ്പുറം നിറച്ചും വീടുകളൊന്നുമില്ല. മതിലൊക്കെ കെട്ടി സെപ്പറേറ്റ് ആണ് എല്ലാവരും. അങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെ കാര്യം പറിച്ചിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു തേജുവിനെ കുളിപ്പിക്കാൻ സമയം 5:30 കഴിഞ്ഞു. രാവിലെ തല നനച്ച് കുളിപ്പിക്കുകയും വൈകിട്ട് നമ്മൾ മേല് കഴിക്കത്തേ ഉള്ളൂ. അങ്ങനെ വെള്ളമെല്ലാം എടുത്ത് വെച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അമ്മയാണ് കുളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഇങ്ങനെ കുപ്പിലാക്കിയിട്ട് അവന് കൊടുക്കും. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോൾ അമ്മ വിളക്ക് വെച്ചു. അങ്ങനെ തേജുട്ടനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. അങ്ങനെ നേരെ പിന്നെ തേജുവിനെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ സിംബ വിശന്നിട്ട് വന്ന് അങ്ങനെ ഫുഡ് കൊടുത്തു. അങ്ങനെ പിന്നെ നേരെ ചായ ഇടാൻ കയറി. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് നേരെ ഹാളിൽ വന്നൊരു സിനിമ ഇട്ട് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ട് ചായ കുടിക്കുകയാണ്. അങ്ങനെ മിച്ചറും ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ പിന്നെ നേരെ ഏട്ടനെ വിളിച്ച് അങ്ങനെ അച്ഛനും മോനും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഞാൻ തേജുവിനെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അപ്പത്തേനും അച്ഛൻ വന്നു ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അച്ഛനെ കണ്ടാൽ പിന്നെ അച്ഛൻ്റെ അടുത്താണ് അവൻ എപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ രാത്രിയാകുമ്പോൾ തേജുവിനെ ഇങ്ങനെ തറയിൽ കിടത്തിക്കും, കുറേ നേരം കളിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.